Q24 ബിഗ് ബ്രേക്ക് വാർത്തയിലേക്കാണ് ആദ്യം. APP അനീഷ്യ ആത്മഹത്യ ചെയ്ത കേസിൽ ഒന്നാം പ്രതിക്ക് സ്വന്തം നാട്ടിലേക്ക് സ്ഥലം മാറ്റം. APP KR ശ്യാംകൃഷ്ണയെയാണ് വയനാട്ടിൽ നിന്ന് ആറ്റിങ്ങൽ കോടതിയിലേക്ക് സ്ഥലം മാറ്റി സർക്കാർ ഉത്തരവിറക്കിയത്. അന്വേഷണം പ്രത്യേക സംഘത്തെ ഏൽപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി കുടുംബത്തിന് ഉറപ്പ് നൽകിയിരുന്നു. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, ആ ഉറപ്പ് നിലനിൽക്കെയാണ് പ്രതിക്ക് സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനം പുറത്തുവരുന്നത്. വിവരങ്ങൾ. അതിന്റെ ഉറപ്പായിട്ടും, കാരണം കഴിഞ്ഞ ജൂൺ 2-ാം തീയതിയാണ് APP അനീഷയുടെ കുടുംബം മുഖ്യമന്ത്രി VD സതീശനെ കാണുകയും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താൻ പ്രത്യേക സംഘത്തെ തീരുമാനിക്കാമെന്നൊക്കെയുള്ള വിവരം അത് മുഖ്യമന്ത്രി VD സതീശന് കുടുംബത്തിന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് സർക്കാർ പുറത്തിറക്കിയിരിക്കുന്ന ഉത്തരവിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ കേസിലെ തന്നെ ഒന്നാം പ്രതി എന്ന രീതിയിൽ നമുക്ക് നേരത്തെ തന്നെ പരിചയമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരാളെ വയനാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തെ സ്വന്തം സ്ഥലത്തേക്ക് സ്ഥലം മാറ്റിയത് APP KR ശ്യാംകൃഷ്ണയ്ക്കാണ് സ്ഥലം മാറ്റം നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് സർക്കാർ പുറത്തിറങ്ങിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അന്വേഷണം പ്രത്യേക സംഘത്തെ ഏൽപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു മാസം തികയും മുൻപാണ് ഈ രീതിയിലുള്ള പ്രതിക്ക് അനുകൂലമായിട്ടുള്ള സ്ഥലം മാറ്റം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇക്കാര്യത്തിൽ അഭിഭാഷകർക്കിടയിൽ തന്നെ വലിയ തരത്തിലുള്ള അതൃപ്തി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല, അന്ന് അനീഷ കേസുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സർക്കാർ എടുത്ത ചില കാര്യങ്ങളെ അന്ന് പ്രതിപക്ഷം വിമർശിക്കുകയും ചെയ്തതാണ്. 2024 ജനുവരി 21-നാണ് അനീഷയെ പരവൂരിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സഹപ്രവർത്തകരിൽ നിന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നും നേരിട്ട കടുത്ത മാനസിക പീഡനമാണ് അനീഷയുടെ ആത്മഹത്യക്ക് കാരണമെന്ന് കുടുംബം പരാതി നൽകിയിരുന്നു. മരണത്തിന് മുൻപ് അനീഷ എഴുതിയ ആത്മഹത്യാക്കുറിപ്പിലും സുഹൃത്തുക്കൾക്ക് അയച്ച ഓഡിയോ സന്ദേശങ്ങളിലും ഓഫീസിലെ പീഡനങ്ങളെക്കുറിച്ച് കൃത്യമായി പരാമർശിക്കുകയും ചെയ്തിരുന്നു. ജോലിസ്ഥലത്തെ അനാവശ്യമായ സമ്മർദ്ദങ്ങളും വ്യക്തിഹത്യയും തന്നെ മാനസികമായി തകർത്തുവെന്ന് ഓഡിയോ സന്ദേശങ്ങളിൽ അനീഷ പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു കേസായിരുന്നിട്ട് കൂടി ഇക്കാര്യത്തിൽ സർക്കാർ കുടുംബത്തിന് ഉറപ്പ് നൽകി ഒരു മാസം തികയും മുൻപ് അതിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ആളെ സ്വന്തം നാട്ടിൽ, ഇയാളുടെ നാട് കിളിമാനൂരാണ്, തൊട്ടടുത്തുള്ള ആറ്റിങ്ങൽ കോടതിയിലേക്ക് സ്ഥലം മാറ്റിയതിൽ ഇപ്പോൾ കാര്യമായ എതിർപ്പ് ഉയരുകയും ചെയ്യുന്നുണ്ട്. അനുജ, ഒരുപക്ഷെ ഈ വാർത്ത 24 പുറത്തുവിട്ടതിന് പിന്നാലെ അടുത്ത ദിവസങ്ങളിലൊക്കെ ഇതിലൊരു മാറ്റത്തിനുള്ള സാധ്യതയുണ്ടോ? ഇങ്ങനെയൊരു ഉത്തരവിൽ ഈ തീരുമാനത്തിൽ മാറ്റം വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ലായിരിക്കാം, അല്ലേ? അതിന്റെ ഉറപ്പായിട്ടും, കാരണം ആ തീരുമാനം മാറ്റേണ്ടത് തന്നെയാണ് എന്നുള്ളൊരു അഭിപ്രായം അത് ഈ പറയുന്ന അഭിഭാഷകർക്കിടയിലും അതേപോലെ തന്നെ ജഡ്ജിംഗ് ഓഫീസേഴ്സ് ഇടയിലും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. മാത്രവുമല്ല, അനീഷ നേരിട്ട ഈ പീഡനം അതല്ലെങ്കിൽ മാനസിക പീഡനം അടക്കമുള്ള കാര്യങ്ങളിൽ അന്ന് അഭിഭാഷകർക്കിടയിൽ വലിയ എതിർപ്പിനും വഴിവെക്കുകയും പിന്നീട് അത് വലിയ വിവാദമായി മാറുകയും ചെയ്തിരുന്നതാണ്. പല തട്ടിൽ അഭിഭാഷകർക്കിടയിൽ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായ പ്രകടനങ്ങൾ അടക്കം നമ്മൾ പിന്നീട് കണ്ടതുമാണ്. ഏതായാലും നിലവിൽ ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം അത് കുടുംബത്തെ സംബന്ധിച്ച് അവർക്ക് വളരെ ദുഃഖകരമായ കാര്യമാണ് എന്നവർ ടെലിഫോണിൽ കൂടി നമ്മളോട് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ മുഖ്യമന്ത്രിയുടെ ഉറപ്പ് കിട്ടുന്നു. പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ച് കൃത്യമായിട്ടുള്ള കാര്യം കണ്ടെത്തും, എന്താണ് അനീഷ നേരിട്ടത് എന്നുള്ള കാര്യം കണ്ടെത്തുമെന്നൊക്കെയുള്ള ഉറപ്പ് അത് മുഖ്യമന്ത്രി VD സതീശൻ നൽകിയതാണ്. അതിന് പിന്നാലെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട അനീഷയുടെ മേലുദ്യോഗസ്ഥനായ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ അബ്ദുൽ ജലീൽ, അതേപോലെ സഹപ്രവർത്തകനായിട്ടുള്ള ഇപ്പോൾ സ്വന്തം നാട്ടിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ KR ശ്യാംകൃഷ്ണ എന്നിവരെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തതും. അനുജ, ആ ഘട്ടത്തിലാണ് ഒന്നാം പ്രതിക്ക് ഇപ്പോൾ സ്വന്തം സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം നൽകുന്ന ഒരു തീരുമാനം പുറത്തു വരുന്നത്. ഒരുപക്ഷെ ഈ തീരുമാനം അത് റദ്ദാക്കപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുകൂടി ഷഫീദ് റാവുത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.